ഒരു അഭിമാന നേട്ടത്തിന്റെ വാർത്തയിലേക്കാണ്. 70-ാം വയസ്സിൽ ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ നേട്ടം കൈവരിച്ച ഒരാളെ പരിചയപ്പെടാം. പാലക്കാട് കുന്നത്തൂർമേട് സ്വദേശി ചന്ദ്രബാബുവാണ് ശ്രീലങ്കയിൽ നടന്ന ലോക പവർ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിനു വേണ്ടി സ്വർണ്ണ നേട്ടം കൈവരിച്ചത്. എന്നത് വെറും നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് പാലക്കാട് കുന്നത്തൂർമേട് സ്വദേശിയായ ചന്ദ്രബാബു എന്ന 70-കാരൻ. ശ്രീലങ്കയിൽ നടന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിനു വേണ്ടി സ്വർണ്ണ നേട്ടമാണ് 70-ാം വയസ്സിലും ചന്ദ്രബാബു കൈവരിച്ചത്. സ്കോട്ടിൽ 115, ബെഞ്ച് പ്രസിൽ 78, ഡെഡ് ലിഫ്റ്റിൽ 115 കിലോഗ്രാം വീതമാണ് ചന്ദ്രബാബു ഉയർത്തിയത്. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ആലപ്പുഴ വെച്ചിട്ട്. അതിൽ 4 ഗോൾഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2018 കാനഡയിൽ നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയി അതിൽ ബ്രോൺസ് മെഡൽ നേടി. അതിലും 4 ബ്രോൺസ് അതിൽ കിട്ടിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റെസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈ കഴിഞ്ഞ 2024 ഹിമാചലിൽ വെച്ച് നടന്ന നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ 4 ഗോൾഡ് കിട്ടി. ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നേപ്പാളിലായിരുന്നു, അതിലും ഗോൾഡ് കിട്ടി. പെർഫോമൻസ് വെച്ചിട്ടാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ഇപ്പോൾ ശ്രീലങ്ക വെച്ച് നടന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിന് സെലക്ഷൻ കിട്ടിയത്. അവിടെ പോയി അവിടെയും ഗോൾഡ് മെഡൽ കിട്ടി. പക്ഷെ അവിടെ ഉദ്ദേശമാതിരിയുള്ളൊരു അന്തരീക്ഷമാവാത്തത് കൊണ്ട് കുറച്ചൊക്കെ പെർഫോമൻസ് കുറഞ്ഞു പോയി. ഇപ്പം ഞാനിവിടെ 120 ചെയ്തു, അവിടെ 115 ചെയ്യാൻ പറ്റിയുള്ളൂ. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായെങ്കിലും ഒരുപാട് ശിഷ്യന്മാരെനിക്ക് വളരെയധികം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരുപാട് ശിഷ്യന്മാരെനിക്കുണ്ട് എല്ലാ ജില്ലയിലും. ഞാൻ അത് കൂടാതെ ഈ വർഷം മാർച്ച് വരെ ഞാൻ കേരള സ്പോർട്സ് കൗൺസിൽ മെമ്പറായിരുന്നു. 8ാം ക്ലാസ്സിൽ കളരി പഠിച്ചു തുടങ്ങിയ ചന്ദ്രബാബു കാലക്രമേണ പവർ ലിഫ്റ്റിംഗിലേക്ക് വഴിമാറുകയായിരുന്നു. കേരള പോലീസിൽ കോൺസ്റ്റബിളായി 1976 ജോലിയിൽ പ്രവേശിച്ച് 2013 SI ആയാണ് വിരമിച്ചത്. എന്നാൽ റിട്ടയർമെൻറ്റ് ജീവിതം വീടിനുള്ളിൽ ചടഞ്ഞുകൂടാൻ ചന്ദ്രബാബു തയ്യാറായിരുന്നില്ല. പ്രായമാവുമ്പോൾ കൃത്യമായ എക്സസൈസ് ചെയ്യുകയാണ് ഓരോരുത്തരും വേണ്ടതെന്നാണ് ചന്ദ്രബാബു പറയുന്നത്. പോലീസിലിരിക്കുമ്പോഴും ഞാൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് ആൻഡ് പവർ ലിഫ്റ്റിങ്ങിലെ പോലീസ് കേരള ടീം ചാമ്പ്യനായിരുന്നു. എല്ലാ വർഷവും ഞാൻ തന്നെയാണ് ചാമ്പ്യനാവാറുണ്ടായിരുന്നത്. ഇപ്പോഴും ഇനി കഴിയുന്നിടത്തോളം ദൈവം കഴിയുന്നിടത്തോളം ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചിലർക്ക് ഓരോ ഹോബി ഉണ്ടാവില്ല, അതുപോലൊരു ഹോബിയായിട്ടാണ് ഞാനിപ്പോൾ ഇവിടുന്ന് രാവിലത്തെ പ്രാക്ടീസ് കഴിഞ്ഞാൽ ഇവിടുന്ന് അല്ലെങ്കിൽ അവിടെ നിന്നാലും പ്രാക്ടീസ് കഴിഞ്ഞാൽ വീട്ടിൽ പോയി ഏകദേശം 12 മണി വരെ ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യും. ഉച്ചയ്ക്ക് 12 മണി വരെ ചെയ്യും. പിന്നെ എവിടെയും പോകാറില്ല. വൈകുന്നേരത്ത് പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും. ഇനിയും തുടർന്നും കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നിലവിൽ അടുത്ത വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഭാരതത്തിനായി സ്വർണം നേടാനുള്ള തയ്യാറെടുപ്പിലാണ് 70-കാരൻ. ജനം, പാലക്കാട്.